ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജാലം ലേണിംഗ്. നിയാമിസ് ആണ്. അപ്പോൾ നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ അവസാനത്തെ ഭാഗമായ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, വില ഇലാസ്തികത എന്ന് പറയുന്നത്? നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില ഇലാസ്തികത. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് is defined as the degree of responsiveness of quantity demanded of a commodity with respect to change in its price. വിലയിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ് ആ വിലയിനോട് പ്രതികരിക്കുന്നത്, അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് P1 നിന്നും P2 ആയിട്ട് കൂടി. ഓക്കെ, P1 നിന്ന് P2 ആയിട്ട് കൂടി. അപ്പോൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അത് എങ്ങനെ ബാധിച്ചു? ഓക്കെ, P1 നിന്ന് P0 ആയിട്ട് കുറഞ്ഞു. അപ്പം ഈ വില എങ്ങനെയാണ് ഡിമാൻഡിനെ ബാധിച്ചത്? ഓക്കെ, അതായത് ചിലപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. സോ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വില മാറുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചോദനം, ഡിമാൻഡ് ഈ പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. ഇതിനെയാണ് വില ഇലാസ്തികത എന്ന് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതായത് നമ്മൾ ഒരു സിറ്റുവേഷനോട് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴും സെയിം ആയിട്ടാണോ? അല്ല, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ നമുക്ക് സന്തോഷം വരും. അപ്പൊ അതേപോലെ തന്നെ ഡിമാൻഡ് എല്ലാ സിറ്റുവേഷനോടും പ്രതികരിക്കുന്നത് സെയിം ആയിട്ടല്ല. അത് 5 തരത്തിലാണുള്ളത്. വി ഹാവ് 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഒന്നാമതായിട്ട് ഇലാസ്റ്റിക് ഡിമാൻഡ്, സെക്കൻഡ് വൺ യൂണിറ്ററി ഇലാസ്റ്റിക്, തേർഡ് ഇൻഇലാസ്റ്റിക്, and fourth one is perfectly elastic, and the last one is perfectly inelastic. അപ്പോൾ ഈ 5 എണ്ണം കാണാതെ തന്നെ പഠിച്ചു വെക്കുക. കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് മനസ്സിലാക്കി പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാക്കി ഒന്ന് നോക്കിയാലോ. ഇലാസ്റ്റിക് ഡിമാൻഡ്, അപ്പം മക്കളെ ഇലാസ്റ്റികതയെ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. അപ്പം ഈ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. എപ്പോഴും ഇലാസ്റ്റിക് ഡിമാൻഡ് ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇലാസ്റ്റിക് ഡിമാൻഡിനെ നമ്മൾ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് കൂടെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മുടെ പ്രൈസിൽ ഒരു ചെറിയ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിനെ അത് ഭയങ്കരമായിട്ടും ബാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐഫോൺ ആണ്. അപ്പൊ ഐഫോണിന്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഐഫോൺ വാങ്ങാൻ വേണ്ടി പോയില്ല, നമ്മളെല്ലാവരും ഐഫോൺ വാങ്ങുന്ന സ്വപ്നം ഉപേക്ഷിക്കും. ഡിമാൻഡ് ഭയങ്കരമായിട്ടും ഇടിയും. അതേപോലെ ഐഫോണിന്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഇപ്പൊ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് വരികയാണ് അല്ലേ. അപ്പൊ ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം ഇന്നലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എല്ലാവരും ഐഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകും. ഇതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇപ്പോൾ പ്രൈസ് ചെറുതായിട്ടൊന്ന് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരുപാട് കുറയുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിക്കേ, ഇവിടെ പ്രൈസ് P-ൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞു. കണ്ടോ, P1 നിന്നും P1 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വലിയ ശതമാനമാണ് കൂടുന്നത്. സോ പ്രൈസിൽ ചെറിയ മാറ്റം സംഭവിക്കുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? വലുതായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതായത് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, അതായത് വിലയിലുണ്ടായ ആ ശതമാനം, അപ്പോൾ വിലയിൽ ഒരു 5% ചേഞ്ച് ഉണ്ടായെന്ന് നിങ്ങൾ വിചാരിക്കുക, ഒരു 5% ചേഞ്ച് ഉണ്ടായെന്ന് വിചാരിക്കുക. ചേഞ്ച് കൂടുന്നതുമാകാം കുറയുന്നതുമാകാം, എങ്ങനെ വേണമെങ്കിലാകാം. നമ്മൾ ജനറലി ചേഞ്ച് എന്ന് പറയും. അപ്പോൾ ചേഞ്ച് പ്രൈസിൽ ഒരു 5% ചേഞ്ച് ഉണ്ടായാൽ ചിലപ്പോൾ ഡിമാൻഡിൽ ഒരു 15% അല്ലെങ്കിൽ ഒരു 20% ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ വിലയിലുണ്ടായ ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ഡിമാൻഡിലുണ്ടായ ചേഞ്ചെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇലാസ്തികത എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഗ്രേറ്റർ കണ്ടോ, അങ്ങോട്ട് തുറന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നോ അതേപോലെ ഡിമാൻഡിലും ചേഞ്ച് ഉണ്ടാവും. നോക്കിക്കേ, ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് ഈക്വൽ, ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് വിലയിലുണ്ടാകുന്ന ചേഞ്ചിനെ കാണിക്കാനാണ് ഡെൽറ്റ നമ്മളോട് കൊടുത്തിരിക്കുന്നത്. വിലയിലുണ്ടാകുന്ന ചേഞ്ചും ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വിലയിലൊരു 10% ചേഞ്ച് ഉണ്ടായി. വില 10% ചേഞ്ച് ചെയ്തു. ഓക്കെ, അതിപ്പോൾ മാറി ഇപ്പോൾ കൂടാം കുറയാം എങ്ങനെ വേണമെങ്കിലും ആകാം. ഡിമാൻഡിൽ അതേപോലെ 10% ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ പ്രൈസിലെ പോലെ തന്നെ ഡിമാൻഡിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്തികത എന്ന് പറയുന്നത് 1 തുല്യമായിരിക്കും, വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ,
ഇത് എൻ്റെ ഒരു ഡയഗ്രാം കൂടി നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഈ ഡയഗ്രത്തിന്റെ പേരെന്താണ്? നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പം യൂണിറ്ററി ഇലാസ്റ്റിക്കിന്റെ ഷേപ്പ് ബാക്കിയുള്ളതുപോലെ തന്നെ ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ കാര്യങ്ങളൊന്നും അല്ല. ഇറ്റ് ഈസ് ഇൻ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ്. അപ്പൊ എന്ത് ഷേപ്പാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണോ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് പോലെ തന്നെ സെയിം എവിടെ ഉണ്ടാകും? ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകും. അടുത്തത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മിസ് ഇവിടെ കേസ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് വായിച്ചിട്ട് ഡെഫിനേഷൻ വായിച്ചിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോവാം കേട്ടോ. നോക്കിക്കേ, ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് പോലെ, ഇപ്പൊ പ്രൈസിൽ ഒരു 2% ചേഞ്ച് ഉണ്ടായി, പോട്ടെ 2 വേണ്ട, ഒരു 10% ചേഞ്ച് ഉണ്ടായെന്ന് വിചാരിക്കുക. പക്ഷേ ഡിമാൻഡിൽ ഒരു 2% ചേഞ്ച് അല്ലെങ്കിൽ ഒരു 5% ചേഞ്ച് സംഭവിച്ചോളൂ. അപ്പം പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കുറവാണ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചെങ്കിൽ അതിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പൊതുവെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ വരുന്നത് നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കാരണം അത്ര നെസസറി അല്ല. എന്നാൽ നോക്കി നിങ്ങൾ കറണ്ടിന്റെ കാര്യം നോക്കുക. KCB ഇലക്ട്രിസിറ്റി. അപ്പൊ KCBയിൽ നിങ്ങൾ KCBയുടെ ചാർജ്, കറണ്ടിന്റെ ചാർജ് കൂട്ടുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എല്ലാവരും കറണ്ട് ഉപയോഗിക്കാതിരിക്കോ? ഇല്ല. നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് കുറയ്ക്കോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഫാനൊന്നും ഇടാതെ നമ്മൾ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫാനൊക്കെ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം മിക്സി ഓൺ ചെയ്യരുത്, മോട്ടർ ഓൺ ആക്കുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടുക. അങ്ങനെയുള്ള കറണ്ട് സേവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കും എന്നല്ലാതെ എന്നാൽ എനിക്ക് കറണ്ട് വേണ്ട എന്ന് നമ്മൾ പറയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഡിമാൻഡാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ വർധനവുണ്ടായാലും നമ്മുടെ ഡിമാൻഡ് അതിനനുസരിച്ച് താഴില്ല, ഒരുപാട് കുറയില്ല, വളരെ കുറച്ച് കുറയും, പക്ഷെ വളരെ കുറച്ച് മാത്രമേ കുറയുള്ളൂ. അതിനാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താ മക്കളെ? പ്രൈസിൽ ഒരു വലിയ വർധനവ് അല്ലെങ്കിൽ വലിയ കുറവുണ്ടായാലും ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പൊ എവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കും കൂടുതൽ? പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കും കൂടുതൽ. അപ്പൊ നോക്കിക്കേ, കണ്ടോ, അതാ കൊടുത്തിരിക്കുന്നത്, കണ്ടോ, അവിടെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചാ കൂടുതൽ, ഡിമാൻഡിൽ അത്രയോ ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മിസ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങളടുത്ത് പറഞ്ഞു തന്നത്. അപ്പം ഇലാസ്റ്റിസിറ്റി, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഇവിടെ എത്രയായിരിക്കും? ഹൈ ഇലാസ്റ്റിക്കിനെ നമ്മൾ പറഞ്ഞു 1നേക്കാൾ കൂടുതലാണെങ്കിൽ, ഇൻഇലാസ്റ്റിക്കിന് നമ്മൾ എന്തായിരിക്കും? 1നേക്കാൾ കുറവായിരിക്കും ഇലാസ്റ്റികത. അതുകൊണ്ട് ഈ ഒരു ഡിമാൻഡിനെ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും വിളിക്കാറുണ്ട്. ഇലാസ്റ്റിക്കിനെ ഹൈ ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്ന പോലെ ഇൻഇലാസ്റ്റിക്കിനെ ലെസ് ഇലാസ്റ്റിക് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി അടുത്തത് കണ്ടോ, അത് നമുക്കൊരു ഡയഗ്രാം വരച്ച് വേണമെങ്കിൽ കാണിക്കാം. പ്രൈസ് നോക്കിക്കേ, പ്രൈസിലൊരു വലിയ ചേഞ്ച് ഇവിടെ ഉണ്ടായാലും ഡിമാൻഡിൽ നോക്കിക്കേ വളരെ ചെറിയ ചേഞ്ചേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് പറഞ്ഞത്. കണ്ടോ, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് പറഞ്ഞത്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇത് അപ്ലൈ ആകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ടീയും കോഫിയും നിങ്ങൾ വിചാരിക്കാം. ടീയുടെ പൈസ കുറച്ച് കൂടി, ടീയുടെ പൈസ 10 രൂപയിൽ നിന്നും ഒരു 20 രൂപയായിട്ട് കൂടി നിങ്ങൾ വിചാരിക്കുക. കോഫിയുടെ പ്രൈസിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ടീക്ക് പകരം കോഫി നമ്മൾ എന്ത് ചെയ്യും? കുടിക്കും. കോഫിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫിനിറ്റ് ആകും എന്നാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ പറയുന്നത്. പൊതുവെ നടക്കുന്ന കാര്യമാണ്. ചായയുടെ പൈസ കൂടുന്ന സമയത്ത്, ഇപ്പോൾ കോഫിക്ക് ഇപ്പം സാധാരണ പൈസ കൂടുതലാണ്, 15-20 രൂപയാണ്, ചായക്ക് 12 രൂപയേ ഉള്ളൂ. പൊതുവേ നമ്മൾ പൈസ സേവ് ചെയ്യാനുള്ള ഒരു മെത്തേഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോഫിക്ക് പകരം ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലെ ഏതെങ്കിലും ഒരു ഗുഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ടും കൂടുകയാണെങ്കിൽ നമ്മളെല്ലാവരും മറ്റേ ഗുഡിന്റെ ഡിമാൻഡിലേക്ക്, മറ്റേ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകും. സോ മറ്റേ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻഫിനിറ്റ് ആകും എന്നാണ് പറയുന്നത്. നോക്കിക്കേ, വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് ടീയുടെ കോഫി ഒരു 5 രൂപ കൂടിയിട്ടേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്തു? കോഫി വാങ്ങാനായിട്ട് എല്ലാവരും ഓടിപ്പോയത് കൊണ്ട് കോഫിയുടെ ഡിമാൻഡ് അങ്ങോട്ട് എന്ത് ചെയ്തു? വർദ്ധിച്ചു. ടീയുടെ ഡിമാൻഡോ ഭയങ്കരമായിട്ടും കുറഞ്ഞു. ഇൻഫിനിറ്റ് ചേഞ്ച്, നമുക്ക് അളക്കാൻ പറ്റാത്തൊരു ചേഞ്ച്. അപ്പം പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിന്റെ ചേഞ്ച് ഇൻഫിനിറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ചിത്രം എന്ന് പറയുന്നത് ദേ ഇങ്ങനെയാണ്. ഹൊറിസോണ്ടൽ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മറന്നു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണല്ലോ മക്കളെ. അപ്പം ഈയുടെ എല്ലാ ലൈൻസും ഹൊറിസോണ്ടൽ അല്ലേ? അപ്പം നമ്മുടെ ഡയഗ്രാം എന്ത് തന്നെ വരും? ഹൊറിസോണ്ടൽ ആയിട്ട് വരും എന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ മരുന്ന്. നിങ്ങൾ ഇൻസുലിൻ്റെ ഒരു കേസ് എടുക്കുക. ഇൻസുലിൻ്റെ പ്രൈസ് കൂടി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഷുഗർ പേഷ്യൻസിന് എടുക്കുന്ന ഒരു മരുന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കാതിരിക്കുകയോ? ഇല്ല, അത് അത്യാവശ്യമായതുകൊണ്ട് അതിൻ്റെ പ്രൈസ് എത്ര കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്യും. അങ്ങനത്തെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിമാൻഡാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കിക്കേ,
Perfectly inelastic demand is a situation in which whatever may be the change in price, quantity demand is unaffected. പ്രൈസ് എങ്ങനെയോ മാറട്ടെ, പ്രൈസ് കൂടുന്നു കുറയുന്നു, എന്ത് ചെയ്യുന്നു, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ പാരസെറ്റാമോളിന്റെ പൈസ കൂടിയെന്ന് വിചാരിക്കുക, നമ്മൾ എല്ലാവരും ഡെയിലി ഒരു പാരസെറ്റാമോളെങ്കിലും വെച്ച് കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ പാരസെറ്റാമോൾ വാങ്ങിക്കി നിർത്തുവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, എത്ര പൈസ കൂടിയാലും ഇത് വാങ്ങും. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, മരുന്നിന് ക്രമാതീതമായി പൈസ കൂടുന്നതെന്ന് വിചാരിക്കുക, ഇന്ന് മരുന്ന് വാങ്ങിക്കണം, നാളെ വാങ്ങിക്കാം, പൈസ കുറയുമ്പോൾ വാങ്ങിക്കാം, അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. നെസസറി ആയിട്ടുള്ള ഐറ്റം, വീട്ടിലിപ്പം അരി വാങ്ങുന്ന, അരിയുടെ പൈസ കൂടിയാൽ നമ്മൾ അരി വാങ്ങും, കാരണം അരി അതെന്ത് കഴിക്കാൻ പറ്റും. അപ്പം നെസസറി ആയിട്ടുള്ള ഐറ്റംസിനാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ബാധകമാകുന്നത്. അതായത് വിലയിൽ എന്ത് മാറ്റം വന്നാലും നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം പർച്ചേസ് ചെയ്യും. സോ ഡിമാൻഡ് അൺഅഫക്റ്റഡ് ആണ്, ഡിമാൻഡ് ചേഞ്ച് ചെയ്യൂല. അപ്പം അതിന്റെ ഡയഗ്രാം വരുന്ന നോക്കിക്കേ, വെർട്ടിക്കൽ ലൈൻ ആണ്. ഇത് മനസ്സിലാക്കാൻ വേറൊരു വഴിയുണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണല്ലോ മക്കളെ, അപ്പൊ ഐയിലെ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, വെർട്ടിക്കൽ ലൈൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഡയഗ്രാം വരിക. ഇവിടെ ഇലാസ്റ്റികത എന്ന് പറയുന്നത് 0 കാരണം ഡിമാൻഡ് അനങ്ങുന്നില്ലല്ലോ. സോ ഇറ്റ് വിൽ ബി 0. അപ്പൊ ഇതാണ് നമ്മുടെ 5 ഡിഗ്രീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിനേക്കാൾ കൂടുതലാണ്. യൂണിറ്ററി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 ആണ്. ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ കുറവാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ 0 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.